കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2 ഡോക്ടർമാരും 2 നഴ്സുമാരുമാണ് പ്രതികൾ. കുന്നമംഗലം കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഏറെ നാളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ആരൊക്കെയാണ് ഇതിൽ പ്രതികൾ? വിവരങ്ങൾ. ധന്യ, നിലവിൽ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ CK രമേശൻ, സ്വകാര്യ ആശുപത്രിയിൽ നിലവിൽ ജോലി ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റും മലപ്പുറം സ്വദേശിയുമായ ഡോക്ടർ M ഷഹന, മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സുമാരായ M രഹന, KG മഞ്ജു എന്നിവരാണ് കേസിലെ 1 മുതൽ 4 വരെയുള്ള പ്രതികൾ. ഇവരുടെ അറസ്റ്റ് നേരത്തെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം സർക്കാർ പ്രോസിക്യൂഷന് അനുമതി കൂടി നൽകിയ സാഹചര്യത്തിലാണ് കുന്നമംഗലം കോടതിയിൽ ഇന്നിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കേസിലാകെ 60 സാക്ഷികളുണ്ട്. 750 പേജുള്ള കുറ്റപത്രമാണ് ഇന്നിപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കേസിൽ ഏറ്റവും നിർണായകമായി മാറിയത് 2017 നടത്തിയ MRI സ്കാനിംഗ് ആണ്. 2012-ലും 2017-ലും 2 തവണ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ഹർഷീന വിധേയമായിരുന്നു. ഇതിനുശേഷമാണ് കോഴിക്കോട് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 3ാമത്തെ പ്രസവം നടത്തിയത്. ഇതിനു മുമ്പായി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ സ്കാനിംഗിൽ ഈ വയറ്റിനുള്ളിൽ കത്രിക പോലുള്ള എന്തെങ്കിലും വസ്തുക്കളുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2017 നവംബർ 30-ന് പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പിന്നീട് വിട്ടുമാറാത്ത വയറുവേദന ഹർഷീനയ്ക്ക് അനുഭവപ്പെട്ടു. പലതവണ വിവിധ ആശുപത്രികളിൽ നിന്നായി മരുന്നും മറ്റും വാങ്ങിയെങ്കിലും യാതൊരു കുറവും ഉണ്ടായില്ല. ഇതിനുശേഷം പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് മൂത്രസഞ്ചിയിൽ ഈ കത്രികയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇത് 2022 സെപ്റ്റംബർ ഈ കത്രിക ശസ്ത്രക്രിയ നടത്തി പുറത്തെടുക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഈ ആരോഗ്യവകുപ്പിനെ ഹർഷീന സമീപിച്ചത്. ഇക്കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥ നടത്തിയ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട്. എന്നാൽ 2 തവണ ആഭ്യന്തര അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് നടത്തിയെങ്കിലും ഇത്തരത്തിൽ കത്രിക കുടുങ്ങിയതായി സ്ഥിരീകരിക്കുന്നുവെങ്കിലും ആരാണ് ഈ കുറ്റത്തിന് പിന്നിലുള്ളതിനെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ പരാമർശിക്കാതെ അന്വേഷണം അവസാനിപ്പിച്ചത്. ഇതിനുശേഷം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഹർഷീന പരാതി നൽകുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയുമായിരുന്നു. ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരിട്ടെത്തി ഈ ഫോറൻസിക് ഈ ശസ്ത്രക്രിയ വിഭാഗത്തിൽ പോലീസ് പരിശോധന നടത്തുകയും ഈ 2 കത്രികകളും, അതായത് വയറ്റിൽ കുരുങ്ങിയ കത്രികയും ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന മറ്റു കത്രികകളും തമ്മിൽ ഒന്നാണ് എന്ന് കണ്ടെത്തുകയും ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറെയും നഴ്സുമാരെയും പ്രതികളാക്കി പോലീസ് കേസെടുക്കുകയുമായിരുന്നു. എന്തായാലും 2017 സ്കാനിംഗ് റിപ്പോർട്ടാണ് ഇക്കാര്യത്തിൽ ഇതിനു മുമ്പ് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് വയറ്റിൽ കത്രികയില്ലെന്ന് വ്യക്തമാക്കിയത് തന്നെയാണ്. ശരി, നന്ദി അനീഷ്.